കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ UPCയുടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ്, അതുപോലെ വേദിയിലായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരും, ഇന്ന് പകൽക്കാലം ഈ പ്രസ്ഥാനത്തെ UPCയെ സ്നേഹിച്ച വിദൂരങ്ങളിൽ നിന്ന് വിവിധ സാഹചര്യങ്ങളൊന്നും കഴിയാതെ ദൂരത്തു നിന്നൊക്കെ കടന്നു വന്ന പ്രിയ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, കുടുംബങ്ങൾ, ദൈവദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആശംസകളെ അറിയിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ അഭിഷിക്ത പറഞ്ഞതുപോലെ, ഇവിടെയായിരിക്കുന്ന കർത്തൃദാസന്മാർ പറഞ്ഞതുപോലെ ഈ UPC ഐക്യവും സ്നേഹവും കരുതലും, ഇത് മൂന്നും കർത്താവ് നമുക്ക് മാതൃകയായി ഈ ഭൂമിയിൽ ചെയ്ത് കാണിച്ചു തന്ന ഒന്നാണ്. ഒന്ന് ഞാൻ ദൈവമക്കളെ നിങ്ങളോട് പറയാം, ഏത് പ്രസ്ഥാനത്തിൽ നാം നിൽക്കുന്നു അതിനെത്രത്തോളം ഐക്യതയോടെ ഒരു കൈമൈതലായ ഒരു പ്രാർത്ഥന ഇതിൻ്റെ നടുവിൽ ഉണ്ടെങ്കിൽ ഇത് ലോകരാജ്യങ്ങളിൽ നമ്പർ 1 ഒരു പ്രസ്ഥാനമായി, പെന്തക്കോസ്ത് സമൂഹത്തിന് തന്നെ ഒരു സാക്ഷ്യമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രത്യേകാൽ എനിക്കും ഇതിനകത്ത് ഒരു ഈ UPCയുടെ ഒരു സ്ഥാനത്ത് ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനു വേണ്ട എല്ലാവിധ മുൻപിൽ നിന്ന് പ്രവർത്തിപ്പാൻ എനിക്കും ഇതിലൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങൾക്കും കർത്താവ് കോന്നിയുടെ പ്രദേശത്ത് ഒരു ചർച്ചുണ്ട്, പത്തനംതിട്ടയിൽ ഒരു ചർച്ചുണ്ട്. ഒന്ന് നിങ്ങൾ ഓർക്കണം, ഈ ചർച്ച് കോന്നിയിൽ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ അവിടെ ഒത്തിരി പ്രതികൂലങ്ങളാണ്. ആരാധന സ്വാതന്ത്ര്യമില്ലാതെ വിവിധ കാര്യങ്ങളിൽ അത് ബ്ലോക്കായിപ്പോയി. എന്നാൽ ഇന്ന് അഭിമാനത്തോടെ ഞാൻ പറയാം, ഇതിനകത്ത് ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിൽ, അതുപോലെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ, കർത്താവിൻ്റെ അഭിഷിക്തന്മാരൊക്കെ ഇതിൽ ഇടപെട്ട ഇന്ന് ഞങ്ങൾക്ക് അതിനു വേണ്ട സാങ്ഷൻ ലഭിച്ചു. സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ ഒരു സാക്ഷ്യമായി തന്നെ ഈ UPC മുൻപോട്ട് പോകുവാൻ എല്ലാവിധ ആശംസകളും കേരള സ്റ്റേറ്റിൻ്റെ വുമൻസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്നിരിക്കുന്നു. ആമേൻ.